അപ്പോൾ കുറച്ച് നേരം ഇവരുടെ കൂടെയൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. എനിക്കാണെങ്കിൽ ഒട്ടും സുഖമല്ല കേട്ടോ, തൊണ്ടയൊക്കെ അടഞ്ഞിട്ട് ഒരുമാതിരത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ 2 കുട്ടികളാണിത്. ഒരുപാട് കുട്ടികളുണ്ട്, അതിൽ 2 കുട്ടികളാണ്. പിന്നെ നല്ല വിശപ്പ്, ഉച്ചയ്ക്ക് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു, അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ റെഡിയായി, ചേച്ചി കൂട്ടാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ വേഗം കുളിച്ചൊരുങ്ങി റെഡിയായി ഇരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് തീരെ വയ്യായിരുന്നു, പോകാനും വയ്യായിരുന്നു. പിന്നെ അമ്പലമല്ലേ, പോകണം, എന്തായാലും പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിയും ഞാനും കൂടിയാണ് പോകുന്നത്. കസിനാണ് കേട്ടോ. പോണ വഴിക്ക് തന്നെ കണ്ടില്ലേ, സൂര്യാസ്തമയത്തിന് സമയമായപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു സൂര്യനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുമ്പോൾ തന്നെ കുറേ പേര് അവിടെ സൈഡിലൊക്കെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അതിനേക്കാളും നല്ല ഡാർക്കായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക്. ഇതാട്ടോ അമ്പലം. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ ആക്ച്വലി അലൗഡ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നോർമലി എടുക്കുന്ന പോലെ ഞാൻ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അമ്പലം. നമ്മുടെ ചാക്ക കരിക്കകം ദേവീക്ഷേത്രമാണ്. ഞങ്ങൾ നട തുറക്കാനാണ് ചെന്നത്, പക്ഷേ നട തുറക്കാൻ പറ്റിയില്ല, സമയം കഴിഞ്ഞിരുന്നു. പിന്നെ ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പ്രസാദവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇറങ്ങി കേട്ടോ. നൈറ്റ് ടൈം നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഒന്നും നോക്കിയിട്ടില്ല, നേരെ ഇനി വീട്ടിലേക്ക് വച്ച് പിടിക്കാമെന്ന് കരുതി. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഒരു ചായ, അതിൻ്റെ അടുത്ത് നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടായിട്ടോ ഇറങ്ങിയത്. നൈറ്റ് ടൈം നല്ല രസമുണ്ട് കാണാൻ. കുറേ നാൾക്ക് ശേഷമാണ് നൈറ്റ് അമ്പലത്തിൽ വന്ന് പോകുന്നത് ഞാൻ. അതായത് നൈറ്റ് വന്നിട്ട് പോകുന്നതല്ല, ഈവനിങ് വന്നിട്ട് നൈറ്റ് പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു. മനസ്സ് ഭയങ്കര ഒരു ഫീലിംഗ് ബെറ്ററായിട്ട് തോന്നി. കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ടാട്ടോ വന്നത്. വരുമ്പോൾ തന്നെ അങ്ങനെ പൂ പക്ഷേ വെച്ചിട്ടൊന്നുമില്ല, നല്ല മണവും കാര്യങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച ഒരു കോഫി അത്യാവശ്യമായിരുന്നു തലവേദന കാരണം. അങ്ങനെ ഒരു കോഫിയൊക്കെ ഇട്ടിട്ടാണ് ഇരുന്നത്. കുടിച്ചിട്ടൊന്ന് കിടക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ കിടക്കുകയാണ്. ബാക്കി വീഡിയോ നമുക്ക് നാളെ കാണാം. ബൈ ബൈ.